എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. അതായത് നിങ്ങളുടെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നോ ഓപ്ഷനാണ്. അതായത് നോ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല മക്കളെ, പ്രാർത്ഥന മുടങ്ങിപ്പോണത് വരെ നോ ഓപ്ഷൻ്റെ അണ്ടറിൽ വരുന്ന വിഷയങ്ങളാണ്. നമ്മൾ ഒരു പ്രാർത്ഥന മുടങ്ങിപ്പോണെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഒരു കുർബാന മുടങ്ങിപ്പോണ്, അതുപോലും ഇതിൻ്റെ ബാക്കിൽ വരുന്ന വിഷയങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, കർത്താവേയുടെ അപ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ അതിനെ കൊണ്ടൊക്കെ ഏറ്റുപറയുകയും ഹൃദയത്തിലൊക്കെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഉടമ്പടിയുടെ ഒന്നാമത്തെ നിബന്ധന എന്താ? നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ചില സമയത്ത് ഈ നിയോഗം കാരണം നിബന്ധനകൾ ഡാമേജ് ആകും. ഉടമ്പടി ചെയ്ത എല്ലാ സഹോദരനും മനസ്സിലാക്കണം, നിയോഗം കാരണം നിബന്ധന കളങ്കമാവും. അതിനെ മനസ്സിലായി. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം നിൻ്റെ മകൻ, അവൻ്റെ ഭാര്യ, അവനുണ്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ആൾ ചുറ്റിക്കളിക്കാരനാണെന്ന് വിചാരിച്ചോ? ചുറ്റിക്കളി എന്ന് പറഞ്ഞാൽ എന്നാ? വാട്സപ്പ് എടുത്തിട്ട് വേറെ പെണ്ണുങ്ങളായിട്ട് ലൈൻ അടിക്കാനാണ് ചുറ്റിക്കളി എന്ന് പറയുന്നത്. അച്ഛൻ നേരെ സംസാരിക്കുകയാണ്. എന്താ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ല നമ്മളിങ്ങനെ മൂടി വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കറിയാം ഇവൻ തരികിടയാണ്, ഇവന് വേറെ ചില കേസ് കെട്ടൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ അമ്മ മിണ്ടത്തില്ല. അമ്മ എന്താ മിണ്ടാത്തത്? അതെങ്ങാനും ഇപ്പം പണ്ട് ലഘുവും ചോദിച്ചില്ലേ കർത്താവിനോട്, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്? അതുപോലെയുള്ള ലഘുവിനെ പോലെ അമ്മയോട് ചോദിക്കും, നിങ്ങൾ എന്നാ എൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ചോദിക്കുമോ? അമ്മയ്ക്ക് അതല്ല പ്രശ്നം. അതിന് 20,000 രൂപ വെച്ച് അമ്മയ്ക്ക് മന്ത്ലി കൊടുക്കും. ആ കൈ മിക്കവാറും പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ഇവന് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലേ അമ്മ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ അടുത്തൂണില്ലേ, പഴയ ഭാഷയാണത്, അതായത് ഓഹരി, അമ്മയ്ക്ക് കൊടുക്കണ ജീവനാംശം പോലെ കൊടുക്കണ സർവൈവൽ സസ്റ്റനൻസ് ഇല്ലേ, കൊടുക്കണ ഓഹരി ഇല്ലേ, അതവൻ കൊടുക്കത്തില്ല. അപ്പോൾ അവൻ കാശെങ്ങാനും തരാതിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ എന്നാ വേണം കാണിക്കട്ടെ, നമ്മളങ്ങോട്ട് നോക്കാതിരുന്നാൽ പോരെ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഈ വിഷയത്തെ ആരാ പറയേണ്ടത്? അമ്മയാണ് ഒന്നാമത്തെ ആൾ പറയേണ്ടത്, അല്ലേ? അമ്മ പറയാത്ത എന്താ കാര്യം? അമ്മ എങ്ങാനും പറഞ്ഞാൽ മാസം കൊണ്ട് 20,000 രൂപ ചിലപ്പോഴേ 10 പോവും. അപ്പം 10 രൂപ കുറയണത് കാരണം അമ്മ അവൻ്റെ ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് എതിരെ നിൽക്കും. അതെന്താ? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നുവെന്ന് പറഞ്ഞ സതയ്ക്ക് ഇപ്പം ആരായി? 10 രൂപയായി. അതാണ് വിഷയം വരണത്. ചില സമയത്ത് നിബന്ധനകൾ നമ്മുടെ നിയോഗത്തെ ഡാമേജ് ആക്കും. മക്കളെ, എന്താ പ്രശ്നം വെച്ചാൽ കർത്താവിൻ്റെ വചനം നമ്മൾ ആദ്യം എന്നാ വായിച്ചത്? ദൈവവചനം സജീവവുമാണ്, അത് പാസീവല്ല, ആക്റ്റീവാണ്. ദൈവവചനം സജീവമാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഡെഡ് വേർഡില്ല, മരവിച്ച വചനമില്ല, നിർവീര്യമായ വചനമില്ല, പവർ പോയ വചനമില്ല. വചനം എക്കാലവും ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അതെത്ര മാറ്റിലാണ് കർത്താവ് ആദ്യം ആ വചനം പറഞ്ഞത്. ആ വചനം സൂര്യൻ അസ്തമിക്കുന്നിടത്തോളം കാലം
പ്രപഞ്ചം അസ്തമിക്കുന്നിടത്തോളം കാലം ആ വചനം അതേ ശക്തി തന്നെ നിൽക്കും. കാലം മാറിപ്പോകാം. ഇപ്പം ഫേസ്ബുക്ക് നോക്കിയപ്പോൾ സ്വതന്ത്രമായ സെക്സ് അനുവദിക്കുന്ന ഒരേ ഒരു രാജ്യങ്ങളൊന്നാണ് സ്പെയിൻ എന്ന്. എനിക്ക് ഭയങ്കര സങ്കടം വന്നുപോയി അത് കേട്ടപ്പോൾ. അത് കത്തോലിക്ക രാജ്യമായിരുന്നു സ്പെയിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ 10, 12, 14 വയസ്സുള്ള ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ ഫ്രീ സെക്സ്, ഒരു പുതപ്പും മൂടിയിട്ട നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഒരു പുതപ്പും മൂടി മാത്രം തെരുവിൽ മൂടിയിട്ടാൽ മതി എന്നാണ് പറയണത്. നോക്കിയേ, കാലം മാറിയ പോക്ക് കണ്ടില്ലേ? കാലം മാറിയാലും ദൈവവചനത്തിൻ്റെ പവർ മാറുന്നില്ല. അതാരും വിചാരിക്കേണ്ട. ശാസ്ത്രം വളർന്നു എന്നൊക്കെ പറയാം, സംസ്കാരം മാറിയെന്ന് പറയാം. പക്ഷേ 21:34 ഹെബ്രായർ 12:4-12 തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടത്. ലുക്ക 21:34 അനുസരിച്ച് 36 ഹെബ്രായർ 4:12 മാറ്റാത്ത വചനമാണ്. കാലം മാറിയാലും മാറാത്ത വചനമാണ്. എന്ത് മാറുന്നില്ലെന്നാ പറയണത്? ദൈവവചനം സജീവമാണെന്ന്. പിന്നെന്താ പറയണത്? ഊർജ്ജസ്വലം. ഇനി 5000 കൊല്ലം കഴിഞ്ഞാലും ദൈവവചനം ഊർജ്ജസ്വലമാണെന്ന്. അതെന്ത് ചെയ്യും? അത് സന്ധിബന്ധങ്ങളെയും മാംസപേശികളിലും അന്തരംഗങ്ങളിലും തുളച്ച് കയറും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് പറയണത്? മനുഷ്യൻ്റെ ഒന്ന് പറഞ്ഞേ, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പം നിയോഗം വിവേചിക്കും. അപ്പം ഈ അമ്മ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ മകൻ്റെ തിന്മയ്ക്ക് അമ്മ മൗന അനുവാദം കൊടുത്തിട്ടുണ്ട്, മിണ്ടിയിട്ടില്ലത് ഇല്ലേ? അമ്മക്ക് അവിടെ കർത്താവിനേക്കാൾ വലുത് മകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് വലുത്. അതൊക്കെ എന്താ വരണത്? 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിയോഗങ്ങൾ വിവേചിക്കുന്നുണ്ട്, നിയോഗങ്ങൾ വിവേചിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എന്തെങ്കിലും ഇതുപോലെ ദൈവത്തിൻ്റെ പക്ഷം ചേരണമെന്നുള്ള ഒരു ഓപ്ഷൻ വന്നാൽ, നിങ്ങൾ അതിൽ നഷ്ടം വന്നാലും ദൈവത്തിൻ്റെ പക്ഷം ചേരുമ്പോഴാണ് നമ്മൾ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുന്നത്. അച്ഛൻ ആദ്യം പറഞ്ഞ മക്കളോട് ഓരോ ഘട്ടമുണ്ട്. ഉരുക്കാൻ 360 ഡിഗ്രി, ചിലത് 302 ഡിഗ്രി. ഈ വചനങ്ങളുള്ള പ്രത്യേകത എന്താ? ലോകസ്ഥാപനം മുമ്പ് തുടങ്ങി ഇന്ന് വരെ മനുഷ്യന് ആവശ്യമായ എല്ലാ നിത്യത വരെയുള്ള സംഭവങ്ങൾ ദൈവം വാഗ്ദാനമായി നൽകിയിരിക്കുന്നതാണ് വചനം. ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ ഈ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയുടെ മധ്യസ്ഥ എന്താ ചെയ്യണത്? ഈ നമുക്ക് വേണ്ടി നൽകിയ വാഗ്ദാനങ്ങളുടെ ദാനം റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാക്കിൻ്റെ ഉള്ളിലാണ് ദാനം. മനസ്സിലായോ മക്കളെ? വാക്കിൻ്റെ ഉള്ളിലാണ്. ഇപ്പം നിൻ്റെ IELTS-ഉം നിൻ്റെ പ്രൊമോഷനും നിൻ്റെ PR-ഉം നിൻ്റെ എമിഗ്രേഷനും എല്ലാം നേരത്തെ വാഗ്ദാനം ചെയ്തതാണ്. ഈ വാഗ്ദാനം ചെയ്ത് പ്രാപിക്കാൻ വേണ്ടിയാണ് അമ്മയുടെ മധ്യസ്ഥം വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ വിശ്വാസം, ചില ഈ വാഗ്ദാനങ്ങളിരിക്കുന്ന ദാനത്തെ വിശ്വാസം കൊണ്ട് ചിലത് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല, കട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണത്? പ്രത്യാശ വരും. പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യാശ റോമ 5:5 അനുസരിച്ച് കൊണ്ട് കഷ്ടത സഹനശീലവും സഹനശീലം പ്രത്യാശയും. ഇപ്പം ടീനയുടെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ സാക്ഷ്യം എന്നറിയാവോ? അതിലൊരു വിശ്വാസമുണ്ട്. അപ്പം വിശ്വാസത്തിൽ അവൾ ഉടമ്പടി ചെയ്തപ്പോഴെന്നാ പറ്റി? അവരെന്നാ പറഞ്ഞത്? ഓസ്ട്രേലിയയിൽ നിന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ പഴയ ഇൻ്റർവ്യൂ വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട്. അതിൽ ഇൻ്റർവ്യൂ ബോർഡിന് അത് വിസിബിളായിട്ട് വന്നാൽ, അക്സെപ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വിസ അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ അവരുടെ വീഡിയോ എടുക്കാൻ അതിൻ്റെ അധികാരികളോട് പറഞ്ഞു,
വീഡിയോ കേട്ട ബോർഡിന് അതങ്ങ് അക്സെപ്റ്റബിളായി. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു എല്ലാം കഴിഞ്ഞു. കേസ് സ്റ്റഡി പഠിക്കണം. ഉടമ്പടിയും ആധ്യാത്മിക ശാസ്ത്രവും കേസ് സ്റ്റഡി പഠിക്കണം. കേസ് ഒരു എങ്ങനെയാണ്. അപ്പോൾ അടുത്ത പ്രശ്നം വന്നു. അടുത്ത പ്രശ്നം എന്താ? 4 ലക്ഷം രൂപ ഉടനെ അടക്കണം. 4 ലക്ഷം രൂപ ഓസ്ട്രേലിയൻ ഡോളർ വേണം. ഡേറ്റ് ബാറുള്ളതാണ്. ഇത്രയും പെട്ടെന്നുള്ള ഡേറ്റിന് ഇത്രയും കാശ് കിട്ടാൻ മാർഗമില്ല. അവളുടെ സാമ്പത്തിക സ്ഥിതിയാണ് അത്ര. ഡേറ്റ് കുറവാണ്. ഡേറ്റ് അപ്പം നമ്മൾ വളരെ ചിന്തിച്ചിട്ടും ഓരോരുത്തരും കാശ് കിട്ടാനുള്ള ഒരു മാർഗവും ഇല്ല. കാര്യം ഓസ്ട്രേലിയൻ ഡോളറിൽ വേണം അത് കിട്ടാനുള്ള മാർഗമില്ല. അങ്ങനെ ഇരുന്ന് വീണ്ടും ഇവൾ പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യം നിയമം മാറിയത് കൊണ്ട് മാത്രം വിഷയം നടക്കണില്ല. അടുത്ത പരീക്ഷണം വന്നു. അടുത്ത പരീക്ഷണം എന്താണ്? ഓസ്ട്രേലിയൻ ഡോളർ വേണമെന്ന് അടുത്ത പരീക്ഷണം. അപ്പോൾ അടുത്ത പരീക്ഷണത്തിന് ഞാൻ പറഞ്ഞില്ലേ, ലെഡ് ഉരുകണം 365 വെള്ളി ഉരുകണത് 965. അത്രയും ചൂട് വേണം. പിന്നെ ഇത് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ശരണപ്പെടും. അതിന് പ്രത്യാശ എന്ന് പറയുമ്പോൾ വിശ്വാസത്തേക്കാൾ കൂടിയ സാധനമാണ് പ്രത്യാശ. അതിനകത്ത് ഉപവാസം ഉണ്ടാവും, ദൈവത്തോടുള്ള ശരണമുണ്ടാവും. കാര്യം ദൈവത്തിലേക്ക് നമ്മൾ പിരിയത്തില്ല. വാക്കുകൊണ്ട് പിരിയത്തില്ല, നിലപാട് കൊണ്ട് പിരിയത്തില്ല, നയം കൊണ്ട് പിരിയത്തില്ല. ഈ എല്ലാ നിബന്ധനകൾക്ക് വന്ന എന്താ? നിബന്ധനയും നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിബന്ധനയ്ക്ക് പറ്റുന്ന ദൈവിക നിലപാടാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ അന്തരംഗം വിവേചിക്കുമ്പോൾ വാട്ട് സ്പിരിറ്റ് ഡിഡ്സ് യു ഈശോ ചോദ്യമാണ്. എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലെന്ന്. ലൂക്കാവ് 9:55 എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ. അപ്പം അരൂപി ഇപ്പം എന്ത് നിബന്ധന എന്ത് നിയോഗം വെച്ചാലും നമ്മുടെ അരൂപി മോശമാണെങ്കിൽ വിവേചനം വരുമ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടും. ഇപ്പം അമ്മയുടെ അരൂപി കണ്ടില്ലേ? മകൻ എവിടെ പോയാൽ പാപം ചെയ്താലും ആത്മാവ് നഷ്ടപ്പെടാനും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടാനുള്ള കിട്ടിയാൽ മതി എന്നുള്ളൊരു നിലപാടില്ലേ? ഈ നിലപാട് നിയോഗത്തെയും നിബന്ധനകളെയും ഒക്കെ ഡാമേജ് ആക്കും. ഇതിന് അന്തരംഗങ്ങളെ വിവേചിക്കണമെന്ന് പറയണത്. അന്തരംഗങ്ങളെ വിവേചിക്കണമെന്ന് പറയണത്. അപ്പം എൻ്റെ മക്കൾ വിശുദ്ധി എന്ന് പറയുമ്പോൾ ആന്തരികമായും വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. A million thanks to my Jesus and Kripasna Mother for the thousands of blessings I have received from them. I'm Elizabeth Joy, coming from Perambra Parish near Chalakudi. I came here in 2018 to visit Mother Mary for my sister's intention. She was having ovarian cancer and was very serious after surgery. She couldn't even take chemo for the cancer treatment. I prayed here and I just went back. Then my daughter, I came specially to give the testimony of my granddaughter Sarah. Her mother, my daughter Hima, she conceived a baby in 2018, but she had a miscarriage in the 3rd month. Again in 2022, she conceived, and in 6th month's pregnancy, she had again a tragedy, a miscarriage. It was a stillbirth. I kept on praying to Mother Mary. She was applying Mother Mary's holy oil, but still that was not God's plan for that baby to come into this world. Then in 2023, we were living in Bhopal, the central part of Madhya Pradesh. There, after retirement, me and my husband came here to settle down in Kerala. Then I came here to Kripasnam and took the Udambadi. And
prayed to Mother Mary to bless my daughter with a healthy baby. In the month of August I came. October she conceived for the third time, and doctors said she had gestational diabetes and she had to take insulin thrice a day. And I was again asking Mother Mary, this time also will the baby go? But I kept on praying, and I asked my daughter to apply the holy oil near her tummy, and continuously I was renewing my udambadi. This is the 6th time I'm coming, and in 2023 October, she conceived the baby, but in the 32 weeks scanning, it was detected that the baby was having an ovarian cyst. The fetus was having an ovarian cyst on the right ovary side. Then again I prayed. My daughter was continuously applying the holy oil. All what I could do, I was imploring Mother Mary. And then in the next scanning, their cyst completely vanished. That was all because of the grace of Jesus and the blessing of Mother Mary. And then again, by the 7th month, her insulin, which she was taking, she could stop that. Her sugar level became very normal, and in the 9th month, last year, June 17th, she delivered a healthy baby. That is Sarah, my granddaughter. I give a million of thanks to my Lord and to my Mother Mary, through whose intercession we have a healthy baby. Now, the story didn't stop there. After she came into the world also, the doctor was doubting that she has hip dysplasia, and also they were doubting about her lip tied and tongue tied, because of which she could not take proper feeds. Then we were applying the holy oil and praying continuously to Mother Mary. In the next scanning, with all the complete observation, it was found out the baby don't have any lip tied or tongue tied problem, neither she has any hip dysplasia. Again, a big grace from my mother I have received. Then the next miracle which happened was my husband, Mr. Joy. He was suffering from piles since 4 years and was having bleeding problem. In the udambadi, I had kept this as one of the prayerful intention to cure him. And after this, after taking the Marian covenant, he was also completely healed. I'm again thankful to Kripasana Madhav. Then one more miracle which happened just recently is in the house which we are staying is a small compound area where inside our house there was an electric pole which was not needed at all. From the owner from whom we bought the house, they had been applying in the electricity board since past 2 years to remove that electric pole. But nothing was done. But after taking the Marian covenant, a big miracle happened. Just in January, I gave an application myself personally, putting the holy salt and the holy oil, praying to Mother Mary, and this was submitted. Within a month, those people came and removed that electric pole, which was again a great miracle. For all these graces, and above all for the small, big and small blessings which we have received, I am really thankful to my Mother Mary. Another thing which I want to share is about my apostolic life. For that, I used to distribute the Kripasanam papers
I used to go around. In the beginning, I was feeling very shy, how to give, but then I could overcome that fear and I could go and distribute. But the special thing what I experienced was that when I was distributing these papers, the comments which I got from the people, negative comments is always there, but the positive comments which I give, because I'll just say one or two. One man said, Madam, I have read or I have done all these things, but I have never received any graces. Will you pray for me and allow Mother Mary to give me some graces? I said, surely. Next time you will see that what you intend, your prayers will be granted. And this was done for him. Then I used to, for my spiritual life, I attended Mass daily since my house was very close to the church, received communion, did confessions in every 2 weeks, read Bible, said rosary, all what are the rules for the Marian covenant I followed and read Bible. And moreover, I came more and more closer to God, and I could bring many other souls also to Jesus through Mother Mary. I spoke about Mother Mary and all the blessings which she has given to whomever I meet and to whomever who come to me with problems. Another works of mercy which I do is I just take free tuition classes for Hindi and English. Since I was there for 60 years in North India, I have problem in speaking Malayalam. So I'm sorry that many of you sitting here, you have to bear me with my English language. And I take free yoga classes for health. At the same time, I keep sharing Mother Mary's experience to these people. Then on Saturdays, I visit a palliative care where I could do some works of mercy. For all these blessings which Mother has given, I'm thankful to my mother, who has blessed my family abundantly and for which I have no words to describe. Thank you, Jesus. Thank you, Mother Mary. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. 1 പത്രോസ് 5:6. എൻ്റെ പേര് ജൂലി ബോബി. ഞാൻ മുണ്ടക്കയം മേലോരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് ജോലി ലഭിച്ചതിനെക്കുറിച്ചാണ്. ഞാൻ ലൈബ്രറിയൻ കോഴ്സ് കഴിഞ്ഞ് ഒരു 6 മാസക്കാലമായി വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്ക്, അല്ല കൃപാസനം എന്നൊരു സ്ഥലമുണ്ട്, നീ അവിടെ ഒന്ന് പോ എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോലിയും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, നീ എനിക്ക് ജോലി തന്ന് സഹായിക്കണം, എൻ്റെ മക്കളെ പഠിപ്പിക്കണം, അതുകൊണ്ട് എനിക്ക് നീ ജോലി തരണമെന്ന് ശക്തമായി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് പിറ്റേ ആഴ്ച തന്നെ എൻ്റെ മോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ എനിക്ക് ജോലിക്ക് വിളിക്കുകയും സെപ്റ്റംബർ 19-ാം തീയതി ഞാൻ അവിടെ ജോലിക്ക് കയറുകയും ചെയ്തു. ഇപ്പോഴും ഞാനവിടെ 6 വർഷമായി ഞാനിപ്പോഴും അവിടെ ലൈബ്രറിയനായിട്ട് ജോലി ചെയ്യുകയാണ്. പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോനെക്കുറിച്ചാണ്. മോൻ 10th ക്ലാസ് പാസ്സായി. അപ്പോൾ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ സമയത്ത് അവന് 1 ഡിജിറ്റ് മാർക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഹസ്ബൻഡും ഞാനും പരസ്പരം പറയുമായിരുന്നു, ഇവൻ നമ്മളെ നാണം കെടുത്തും, ഇവന് കാരണം മോൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഇവന് കിട്ടാതെ വരുമ്പോൾ നമ്മളെ നാട്ടുകാരെല്ലാം പഠിക്കുമല്ലോ, ഇവനൊന്നും പഠിക്കുന്നില്ലല്ലോ എന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് മാതാവുണ്ടല്ലോ, ഞാൻ ഉടമ്പടി എടുത്തതാണ്, മാതാവ് നമ്മളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരുമായിരുന്നു.
അതിനുശേഷം ജോസഫച്ചൻ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ജോസഫച്ചൻ ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച കാശുരൂപം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതുമായിട്ടാണ് ഇവർ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഞാൻ ഈ ഉടമ്പടി തൈലവും എല്ലാം കൊടുത്തു, ഉപ്പും എല്ലാം കൊടുത്തു വിടും. അപ്പം മോനെ നീ ഇത് പരീക്ഷയുടെ സമയത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ വയ്ക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഇവർ കൊടുത്തു വിട്ടത്. ഇവന് അതുപോലെ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. ഞങ്ങൾ 5:30 മണിക്കത്തെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത് മോന് നല്ല മാർക്ക്, അത് 2 A+ കിട്ടിയാൽ മതി മാതാവേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ 2 A+ കിട്ടി. ബാക്കി മുഴുവൻ ബിയും B+ഉം ആയിട്ട് വന്നു. അങ്ങനെ മോൾ അതുപോലെ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ അവളും നിയോഗം വെച്ചിരുന്നു അവനൊരു 70% മാർക്ക് കിട്ടണം. അതുപോലെ തന്നെ 70% മാർക്കോടെ കുട്ടിക്ക് ജയം കിട്ടി. അതുപോലെ അതിന് മാതാവിനും തൃക്കുമാരനും വളരെയധികം നന്ദി. പിന്നീട് മോള് 10th 12th കഴിഞ്ഞപ്പോൾ അവൾക്ക് മാർക്ക്, ഇവൾ CBSE സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ നന്നായി പഠിക്കണം, നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നന്നായി പഠിച്ചാലേ മാർക്ക് കിട്ടുകയുള്ളല്ലോ CBSEയിൽ. അപ്പോൾ ഞാനും അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു നാണക്കേടായിരുന്നു വെച്ചാൽ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാവുമെന്ന്. മാതാവിനോട് മുട്ടിപ്പായി എന്നും പ്രാർത്ഥിക്കും. അത് സ്കൂളിൽ എല്ലാവർക്കും അറിയാം, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് സ്കൂളിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പം ടീച്ചേഴ്സൊക്കെ പറയും, മിസ് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, മാതാവല്ലേ മിസ്സിൻ്റെ കൂടെ ഉള്ളത്, അതുകൊണ്ട് മാതാവ് തരും, അവൾ ജയിക്കും എന്ന്. എപ്പോൾ ഓരോ മാർക്ക് വരുമ്പോഴൊക്കെ ഇവർക്ക് കുറഞ്ഞു പോകുന്നതിനുള്ള ഒരു ഭയമാണ് എനിക്ക്. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും പറയും, മിസ് എന്തിനാ ഈ പേടിക്കുന്നത്, മാതാവല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ അവർ തന്നെ എനിക്ക് പ്രചോദനം തരികയാണ്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം വീണ്ടും വർദ്ധിക്കുകയായിരുന്നു. അങ്ങനെ മോൾക്ക് 10th 12th 82% മാർക്കോടെ ജയിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇവൾ ഹൈദരാബാദിൽ നേഴ്സിംഗ് കോഴ്സ് കിട്ടി. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഇച്ചിരി കടബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിടാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എന്തായാലും കൊള്ളാം, മാതാവ് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വരുമാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തികമായ രീതിയിൽ എത്തിപ്പെടാനുള്ള രീതിയിൽ അവളെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുശേഷം അടുത്ത രോഗസൗഖ്യമാണ് ഇവർക്ക് പറയാനുള്ളത്. ഇവളുടെ കാര്യം, അവൾക്ക് ഈ കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഇങ്ങനെ ഇവൾക്ക് ഛർദിയായിരുന്നു. ഛർദി കൂടിയിട്ട് ഒരു വരവും വയ്യ, ആരുമില്ല നോക്കാൻ. 4th ഇയറിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവരെ നോക്കുന്നത്. അവർക്ക് എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, എപ്പോഴും ഛർദിയാണ്, ഒരു വകയും കഴിക്കത്തില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന്, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു വേണ്ട, അഡ്മിറ്റ് ചെയ്യേണ്ട, ഇവിടുന്ന് 1.5 ദിവസത്തെ യാത്രയുണ്ട്. അപ്പം പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അപ്പം പോകാനും ആരുമില്ല, എനിക്ക് സ്കൂളിലും പോകണം, ആകെ പാടെ പ്രശ്നമായി. അപ്പം അവസാനം അവർ വിളിച്ചു പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാം. ഞങ്ങൾ പിന്നെ പറഞ്ഞു, എന്നാൽ ഇങ്ങോട്ട് അയച്ചേക്കാൻ പറഞ്ഞു. ട്രിപ്പിടും, കുറയും, വീണ്ടും ഇത് തന്നെ അവസ്ഥ, ഛർദി. പിന്നീട് ഞങ്ങൾ അവർ പിന്നെ ഫ്ലൈറ്റിൽ കയറ്റി ഇങ്ങോട്ട് വിടുകയായിരുന്നു. പിന്നെ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം നാട്ടിൽ കാണിച്ചു, ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെയും ഇത് തന്നെ അവസ്ഥ, കൊണ്ടുപോകും. അതിനുശേഷം വീണ്ടും ഛർദി, മരുന്ന് കഴിച്ചാലും മാറുന്നില്ലാത്ത അവസ്ഥ. അവസാനം ചെത്തിപ്പുഴ സെൻറ് തോമസ് കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പിയുടെ റിസൾട്ട് വന്നപ്പോൾ ഈസോഫഗസ് ഏരിയയിൽ ഈ ഭാഗത്ത് ഇവർക്ക് പൂപ്പലുണ്ടെന്നാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ വരുന്നതെന്ന് ഡോക്ടർമാർ ആകെ ബുദ്ധിമുട്ടുക. അന്നേരം പറഞ്ഞു, സാധാരണ പ്രായമുള്ളവർക്കാണ് ഇത് വരുന്നത്, പിന്നെ അല്ലെങ്കിൽ കോവിഡ് വരണം, അങ്ങനെയുള്ളവർക്ക് ഇത് വരത്തുള്ളെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഇല്ല, പ്രായവുമില്ല, കോവിഡ് വന്നിട്ടുമില്ല കുട്ടിക്ക്. അപ്പോൾ ഇത് രണ്ടുമല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കാനായി മാതാവ് ഒരുക്കിയതാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. അപ്പോൾ ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ എനിക്ക് സമയത്ത് സൗണ്ട് കിട്ടത്തില്ല, കൂടുതൽ തണുപ്പടിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പം ഡോക്ടേഴ്സ് പറയുന്നത് ഇത് മിക്കവാറും ക്യാൻസറിൻ്റെ ഒരു പ്രശ്നമാകാനാണ് സാധ്യത എന്നാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് വിടുകയും ചെയ്തു. ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടിലായിപ്പോയി. അപ്പോൾ
അത് കഴിഞ്ഞപ്പോൾ ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം റിസൾട്ട് ഈ ഫഹസ് ഏരിയയിലെ ഈ പ്രശ്നം മാറണമെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാറുമോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും പ്രയോഗിക്കാം എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ 5:30 മണിക്കത്തെ പ്രാർത്ഥന എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ചെല്ലുന്നത്. അപ്പോൾ മോൾക്ക് ഇത് ഈ ഭാഗത്ത് ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉപ്പും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ബയോപ്സി ടെസ്റ്റിന് വിടാമെന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചപ്പോൾ ഈ ആകപ്പാടെ പ്രശ്നമായി, ഞങ്ങൾക്കെല്ലാം വിഷമമായി. എന്തായാലും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല മോൾക്ക് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചെറുതായിട്ട് അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്, അത് മരുന്ന് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞു. അതിന് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കുകയും എൻ്റെ സ്കൂളിലും പൊതുസ്ഥലത്തും ഒക്കെയാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഒക്കെ ഞാൻ കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് സഹായത്തിനായിട്ട് വരുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അതെൻ്റെ വീട്ടിൽ പോലും അറിയില്ല, ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. ഞാൻ അങ്ങനെ സഹായം ചെയ്യാറുണ്ട്. ഞാൻ ആരോടും പറയാറില്ല. എൻ്റെ സ്കൂളിൽ തന്നെ അതുപോലെ പലരുണ്ട്, അവർക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാവർക്കും വേണ്ടി, ഇതിനെല്ലാം ഉപരി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് എൻ്റെ സ്കൂളിൽ ഇപ്പോഴും എല്ലാവരും പറയും, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ടീച്ചറുണ്ടെങ്കിൽ ഈ ഒരു ടീച്ചറെ കാണുകയുള്ളൂ. അതുകൊണ്ട് സ്കൂളിലാണെങ്കിൽ എല്ലാ തവണയൊന്നും ഫുൾ A+ കിട്ടുന്ന ഒരു സ്കൂള് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ടല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നും പറഞ്ഞ് 1000-2000 തവണ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാനിരുന്ന് എഴുതുമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് പറയും മറ്റു കുട്ടികളെ ഒന്ന് ഓർത്തേക്കണേ എന്നും പറഞ്ഞ്. ഏതായാലും ഇത്തവണ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 2 പേർക്ക് ഫുൾ A1 കിട്ടിയിട്ടുണ്ട്. ബാക്കി 90% മേൽ 10-18 പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ്.